ഹരേ കൃഷ്ണ. നമ്മളിന്നൊരു ഹോം ടൂറാണേ. എൻ്റെ ആങ്ങള വെച്ച വീടാണേ. പഴയ വീട് പൊളിച്ചിട്ട് പുതിയ വീട് വെച്ചു. പക്ഷെ പുതിയ വീട് പഴയ വീടിനെക്കാട്ടിലും വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാവിധ പഴമകളും തുളുമ്പുന്ന ഒരു നാലുകെട്ട് മോഡലിലാണ് ചെയ്തേക്കുന്നത്. ചുറ്റും തിണ്ണയും ഒക്കെ കൊടുത്ത് നല്ല പഴയ വീടിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. വാതിലിൽ തന്നെ ഒരു മണി തൂക്കിയിട്ടുണ്ട്. കോളിംഗ് ബെല്ലിന് പകരമായിട്ടൊരു മണി തൂക്കിയിട്ടുണ്ട്. പിന്നെ അകത്തോട്ട് കയറുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹാളാണ്. അതുപോലെ തന്നെ ഒരുപാട് ചിത്രപ്പണികളൊന്നും ഇല്ലാതെ തന്നെ നല്ലൊരു കതക് ഡോറും എല്ലാം ആയിട്ടാണ് വെച്ചേക്കുന്നത്. അകത്തോട്ട് കയറുമ്പോഴാണ് ഭയങ്കര ഹൈലൈറ്റ്. പഴയ വീടിൻ്റെ കൂട്ട് തന്നെ പൂമച്ചും ഒക്കെയുള്ള ഏതാണ്ട് ഇതിനാണ് പൂമച്ചെന്ന് പറയുന്നത്. പൂമച്ചും കിളിവാതിലും ഒക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ഹാളാണ്. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സെറ്റിയും ഒരു ടീപ്പോയും എല്ലാം അതിനെ വളരെ മനോഹരമാക്കുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. ശരിക്കും പഴയൊരു നാലുകെട്ട് മോഡലിൽ തന്നെയാണ് ഇത് വെച്ചേക്കുന്നത്. ഇതൊക്കെ സിമെൻറ്റ് കൊണ്ട് തന്നെ ചെയ്തേക്കുന്ന പണികളാണ്. ഈ തൂണൊക്കെ സിമെൻറ്റ് കൊണ്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. ഹാള് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഇടനാഴി പോലെ ഒരു സ്റ്റെപ്പിൻ്റെ അടിവശമൊക്കെയാണ്. ഇവിടെ ഇപ്പം ടി വി ആണ് വെച്ചേക്കുന്നത്. വിളക്കൊക്കെ തൽക്കാലം അങ്ങോട്ട് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഇതെല്ലാം മാറ്റി ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. ടി വി സെറ്റ് ചെയ്തേക്കുകയാണ്. അതുകൊണ്ട് ഈ തൂണും അതുപോലെ തന്നെ സിമെൻറ്റ് കൊണ്ട് ചെയ്തേക്കുന്നതാണ്. പക്ഷേ ഈ തറ കാണുന്നത് ഈ നാലുകെട്ടിൻ്റെ, അതായത് ആ അകത്തളത്തിൻ്റെ ചുറ്റ് കാണുന്നത് ശരിക്കും തടി തന്നെയാണ്. ഇതെല്ലാം ഈ ഡൈനിങ് ഹാളിൻ്റെ ആ ഭാഗമെല്ലാം ചെയ്തേക്കുന്നത് ഇതെല്ലാം സിമെൻറ്റ് കൊണ്ട് തന്നെയാണ്. ആ ഹാളിന് മാച്ചാകുന്ന രീതിയിൽ തന്നെയാണ് ടേബിളും എല്ലാം ചെയ്തേക്കുന്നത്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് സിമെൻറ്റ് കൊണ്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് ഈ തൂണും എല്ലാം ഇതൊന്നും സിമെൻറ്റ് കൊണ്ടാണ് ചെയ്തേക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഇതെല്ലാം തൂണുകൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ആ താഴ്വശം മാത്രമാണ് തടിയാണ്. അത് നമ്മുടെ പഴയ നമ്മുടെ പഴയ വീട് തട്ടൊക്കെയുള്ളൊരു വീടായിരുന്നു. ആ തട്ടിൻ്റെ പലക ഇളക്കിയതൊക്കെയാണ്. ഇത് ഈ റൂമും എല്ലാം ഈ സ്റ്റെപ്പിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് നമുക്ക് കിച്ചണിലോട്ട് പോകാം. കിച്ചൺ വളരെ മനോഹരമായിട്ട് രണ്ടായിട്ട് ആണ് ചെയ്തേക്കുന്നത്. കിച്ചണിൽ ചെയ്തേക്കുന്ന കബോർഡ് വർക്ക് എല്ലാം തടി കൊണ്ടുള്ള വർക്കാണ്. നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ രണ്ട് പാർട്ടീഷനായിട്ടാണ് കിച്ചൺ ചെയ്തേക്കുന്നത്. വളരെ വളരെ രസകരമായിട്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം തടിയുടെ കബോർഡ് വർക്കുകളാണ്. ഇതെല്ലാം തടി കൊണ്ട് തന്നെ ഇതെല്ലാം തടികൾ നമ്മൾ അല്ലാതെ വാങ്ങിച്ച് ചെയ്തതാണ്. ഈ ചെയ്തേക്കുന്നതെല്ലാം ഈ ചെറിയ ഇതുപോലെ ചെയ്തേക്കുന്ന ഈ കിളിവാതിൽ പോലെ ചെയ്തേക്കുന്നതെല്ലാം സിമെൻറ്റ് കൊണ്ടാണ്. ഇത് നമ്മൾ പഴയ വീടിൻ്റെ ആ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഡബിൾ ഡോറാണ് നമ്മൾ കിച്ചണിന് വെളിയിലേക്ക് കൊടുത്തേക്കുന്നത്. കണ്ടോ, രണ്ട് പാർട്ടീഷനായിട്ടാണ് അടുക്കള ചെയ്തേക്കുന്നത്. ഈ രണ്ട് പാർട്ടീഷൻ ചെയ്തേക്കുന്നതിനകത്തും നമ്മൾ തടി കൊണ്ടുള്ള കബോർഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. രണ്ട് തട്ടുള്ള വാതിലാണ്. പിന്നെ നമുക്കിനി സ്റ്റെപ്പ് കാണാം. ഈ സ്റ്റെപ്പെന്ന് പറയുന്നത് ഈ സ്റ്റെപ്പെല്ലാം തടിയാണ് കേട്ടോ. നമ്മുടെ പഴയ വീട്ടിലെ മച്ചിൻ്റെ തടിയെടുത്ത് പാകിയേക്കുകയാണ്. ആ കൈവരി അതുപോലെ തന്നെ തടിയാണ്, തടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ നല്ലൊരു ലൈറ്റ് സെറ്റിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫീലിങ്സാണ്. ഇനിയാണ് രസം. മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റ് ഇനിയാണ്. ഇവിടുന്ന് മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു ജനൽ ഉണ്ട്. നല്ലൊരു കിളിവാതിലും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ളൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ വാതിൽ തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാവോ? ദാണ്ടേ നോക്കിക്കോളൂ. ദാണ്ടേ ഈ ജനൽ അങ്ങോട്ട് തുറക്കുമ്പം നമ്മൾ കാണുന്നത് ആ നാലുകെട്ടിൻ്റെ ആ ഉൾവശം ആ ഭാഗമാണ് കേട്ടോ. നല്ല രസമാണ്. ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല ഭംഗിയാണ്. നല്ല കാറ്റും നല്ല തണുപ്പാണ്. വലിയ ചൂടൊന്നും നമുക്കറിയത്തില്ല. ഈ ഓട് പാകിക്കുന്നത് കൊണ്ട് നമുക്ക് ചൂടൊന്നും അറിയാനേ പറ്റുന്നില്ല. പിന്നെ ഇതെല്ലാം തടികളാണ്. ഈ സ്റ്റെപ്പും ഈ കൈവരി ഇതെല്ലാം
തടി കൊണ്ട് നമ്മുടെ പഴയ വീടിൻ്റെ തടി എടുത്തിട്ട് ചെയ്തതാണ്. ഇതെല്ലാം തടി വെച്ച് ചെയ്തേക്കുന്നതാണ്. പിന്നെ വേണ്ട ഇത് ഈ ഹാളിലോട്ട് കയറുന്നതിന് മുന്നായിട്ട് തന്നെ ഒരു ബാത്റൂം നമ്മൾ ചെയ്തിട്ടുണ്ട് മുകളിൽ. പിന്നെ വേണ്ട ഇതും ഇവിടെ ഈ ഒരു വലിയൊരു ഹാളായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മുകൾ വശം മൊത്തം തടിയാണേ. നമ്മുടെ പഴയ വീടിൻ്റെ മച്ചുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ മച്ച് കംപ്ലീറ്റ് ആ തട്ട് അതുപോലെ എടുത്ത് ഇവിടെ കൊടുത്തേക്കാണ്. ഇതെല്ലാം ജനലുകളാണ്. ഈ ജനലിലെല്ലാം തുറന്നാൽ ശരിക്കും ദാണ്ട അവിടെ 2 കിളിവാതിൽ പോലെ പഴയ വീടിൻ്റെ കിളിവാതിൽ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഓപ്പൺ ചെയ്യാവുന്ന, പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ജനലുകളാണ്. വളരെ ഭംഗിയായിട്ട്, ശരിക്കും പറഞ്ഞാൽ ഒരത്ഭുതമായിട്ട് തന്നെയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ കിളിവാതിലാണ് കേട്ടോ. ജനൽ തുറന്നു കഴിയുമ്പോൾ കിളിവാതിൽ പോലെയാണ്. ഇത് ആ കിളിവാതിലിൽ ചെയ്തേക്കുന്ന അതെല്ലാം സിമെൻറ്റ് കൊണ്ടാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അത് സിമെൻറ്റ് കൊണ്ടാണ് ചെയ്തേക്കുന്നതെന്ന്? അത്ര മനോഹരമായിട്ടാണ് അവർ വർക്കെല്ലാം ചെയ്തേക്കുന്നത്. ഇവരുടെ വർക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അവരുടെ നമ്പർ ഇട്ടേക്കാം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വീഡിയോ എൻ്റെ അനിയത്തിക്കുട്ടിയുടെ വിവാഹം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോഷൂട്ടെല്ലാം സേവ് ദി ഡേറ്റും കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടും ഒക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കണ്ടിട്ട് പിന്നെ നമ്മുടെ ഈ വീട് അറിയാവുന്നവരും ഒക്കെ നമ്മുടെ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടും പിന്നെ സേവ് ദി ഡേറ്റും അതുപോലെ തന്നെ ചില ഇൻ്റർവ്യൂസും ഒക്കെ നമ്മുടെ ഈ വീട്ടിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നാലുകെട്ടിൻ്റെ ഫീല്.